നമസ്കാരം. ചൈനീസ് വെബ്സൈറ്റുകളിൽ നിന്ന് അമേരിക്കക്കാർ ഓർഡർ ചെയ്ത സാധനങ്ങൾ പലതും ട്രംപ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പല വിമാനത്താവളങ്ങളിലും കെട്ടിക്കിടക്കുകയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ ഇപ്പോൾ ട്രംപിനെതിരെ നീങ്ങിയിരിക്കുകയാണ്. പുതിയതായി ഓർഡർ ചെയ്ത പല സാധനങ്ങളുടെയും വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് അനുവദിച്ചിരിക്കുകയാണെന്ന് പറയാം. ചൈനീസ് ഓൺലൈൻ സൈറ്റുകളായ ഷീൻ, ടെമു എന്നിവയിൽ നിന്ന് ഓർഡർ ചെയ്തവരാണ് വെട്ടിലായിരിക്കുന്നത്. ഇറക്കുമതി ചുങ്കത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ഇളവ് അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം. ഇക്കാര്യം സർക്കാർ കഴിഞ്ഞ ബുധനാഴ്ചയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും ഇന്നലെ മാത്രമാണ് ഉത്തരവ് പുറത്തിറക്കിയത്. അമേരിക്കയിലെ തന്നെ സംഭവിക്കുന്ന വ്യാപാര സമൂഹം ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. 48 മണിക്കൂർ മാത്രം സമയം അനുവദിച്ചാണ് ട്രംപ് ഇറക്കുമതി ചുങ്കം ഉയർത്തിയത്. തീരുമാനം പ്രഖ്യാപിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. അമേരിക്കയിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ സാഹചര്യം ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള പാഴ്സലുകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂയോർക്കിലെ ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിൽ 10 ലക്ഷത്തോളം പാഴ്സലുകളാണ് കെട്ടിക്കിടക്കുന്നത്. വിക്ടോറിയ അലോറിയ എന്ന ടിക്ടോക്ക് ഉപഭോക്താവ് ചൈനയിൽ പ്രമുഖ സ്ഥാപനമായ മെഷ്കിയിൽ നിന്ന് താൻ ഓർഡർ ചെയ്ത തുണിത്തരങ്ങൾക്ക് വൻതോതിൽ നികുതി നൽകേണ്ടി വന്നതിനെ കുറിച്ച് പരാതിപ്പെട്ടിരുന്നു. $304 പകരം തനിക്ക് $441.88 നൽകേണ്ടി വന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ ചൈനയിലെ പല പ്രമുഖ കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ അധിക നികുതി കൂടി ചേർത്താണ് ഇപ്പോൾ വിലയിടുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് അമേരിക്കയിൽ പ്രാബല്യത്തിൽ വന്ന നിയമം അനുസരിച്ച് $800 കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ അമേരിക്കയിലേക്ക് നേരിട്ട വ്യക്തികൾക്കും കപ്പൽ വഴിയാണ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ അതിന് നികുതി നൽകേണ്ടതില്ലായിരുന്നു എന്ന് പറയാം. ചൈനയിലെ പല പ്രമുഖ കമ്പനികളും ഈ സംവിധാനം മുതലെടുത്ത് അമേരിക്കയിലേക്ക് വൻതോതിൽ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ അയച്ചു കൊടുത്തിരുന്നു. ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്കുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ തോത് 2018 $5.3 ബില്യൺ ആയിരുന്നുവെങ്കിൽ 2023 ഇത് $66 ബില്യൺ ഉയർന്നിരുന്നു. വോൾമാർട്ടും ആമസോൺ പോലെയുള്ള വൻകിട സ്ഥാപനങ്ങളെയും ട്രംപിന്റെ തീരുമാനം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. തുണിത്തരങ്ങൾ മാത്രമല്ല, വൻതോതിൽ ഇലക്ട്രോണിക് സാധനങ്ങളും ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിർത്തികളിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ സൈനിക സാന്നിധ്യം ശക്തമാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് നടപ്പിലാക്കുന്നത് 30 ദിവസത്തേക്ക് നിർത്തിവച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കായി പ്രത്യേക പ്രതിനിധിയെ ട്രംപ് നിയോഗിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു അമേരിക്കക്കാരൻ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്ത് വന്നിട്ടില്ല. നിലവിലെ സെക്രട്ടറി ജനറലായ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിന്റെ കാലാവധി 2027 അവസാനിക്കുന്നത്. സംഘടനയ്ക്ക് ഏറ്റവും അധികം തന്നെ സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം അമേരിക്കയാണ്. ലോകാരോഗ്യ സംഘടനയുടെ മൊത്തം വരുമാനത്തിന്റെ 12 മുതൽ 20% വരെ നൽകുന്നത് അമേരിക്കയാണ്.